രണ്ടാം പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ നിരവധി സംഭവങ്ങളുണ്ട്. അതിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് CPM-ൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമായിട്ടുള്ള കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. ഏവർക്കും അതിപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു സംഭവമാണ് പത്തനംതിട്ട സ്വദേശിയായ നവീൻ ബാബുവിൻ്റെ മരണം. നവീൻ ബാബു ADM ആയിട്ട് അവിടെ ജോലി ചെയ്തു. അവിടെ നിന്ന് സ്ഥലം മാറ്റത്തിലേക്ക് പോകുമ്പോൾ നൽകിയ യാത്രായപ്പിൽ അവിടെ ക്ഷണിക്കപ്പെടാതെ കയറി വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള PP ദിവ്യ അവിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ക്യാമറാമാനും ആയിട്ട് അവിടെ വന്ന് അവിടെ ഇടയ്ക്ക് കയറി പ്രസംഗം നടത്തി. നവീൻ ബാബു എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ എത്രത്തോളം തേജോവധം ചെയ്യാമോ അത്തരത്തിലെല്ലാം ആ സദസ്സിന് മുന്നിൽ വെച്ച് തേജോവധം ചെയ്ത് അയാൾക്ക് എല്ലാ തരത്തിലുള്ള മാനഹാനിയും ഉണ്ടാക്കി വെച്ചു. അതിലൂടെ ഒടുവിൽ നവീൻ ബാബുവിന് ജീവിതത്തിൽ നിന്ന് തന്നെ പടിയിറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അത് കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ്. അതിൻ്റെ പേരിൽ PP ദിവ്യയുടെ മേൽ കുറ്റം ചുമത്തി PP ദിവ്യ ജയിലിൽ വരെ കിടന്നു എന്നുള്ളതാണ്. ഏറെക്കാലത്തെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ CPM-ൻ്റെ സമുന്നത നേതാക്കന്മാരുടെ ഭാര്യമാരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം ചെന്ന് ജയിൽ കവാടത്തിൻ്റെ അവിടെ വന്ന് നിന്ന് സ്വീകരിച്ചു. പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെ ഭാര്യയായിട്ടുള്ള PK ശ്യാമള വരെ അവിടെ വന്ന് PK ശ്രീമതിയും എല്ലാവരും കൂടി ചേർന്നാണ് എതിരേറ്റു കൊണ്ടുവന്നത്. അന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തിയതാണ് KK ശൈലജയ്ക്ക് പിൻഗാമിയായിട്ടാണ് PP ദിവ്യ വരുമെന്നൊക്കെ കണക്ക് കൂട്ടിയതാണ്. പക്ഷെ ഈ ഒരു സംഭവത്തോടുകൂടി പിന്നീട് PP ദിവ്യയെ CPM തന്നെ തള്ളിപ്പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അപ്പോൾ മുതൽ തന്നെ, ആ സംഭവം നടന്ന സമയം മുതൽ തന്നെ PP ദിവ്യയുടെ മേൽ അതിശക്തമായിട്ട് ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. PP ദിവ്യയുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് പെട്രോൾ പമ്പ് അനുവദിക്കുന്ന കാര്യത്തിൽ ഉണ്ടായ തടസ്സവും അനുവദിക്കില്ല എന്നുള്ളതുമാണ് നവീൻ ബാബുവിന് ഒരു സദസ്സിന് മുന്നിൽ വെച്ച് പരിഹസിക്കുകയും തേജോവധം ചെയ്യുകയും ഉണ്ടായത്. ആ വ്യക്തിക്ക് മാനഹാനി വരെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആത്മഹത്യ പ്രേരണാ കുറ്റമാണ് അവിടെ ചുമത്തിയിരുന്നത്. അങ്ങനെ ഒടുവിൽ CPM തന്നെ PP ദിവ്യയെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. ഈ സമീപ സമയത്തൊക്കെ നമുക്കറിയാം PP ദിവ്യ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇടിച്ചു കയറാനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിമർശിച്ചുകൊണ്ട് വലിയ പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തു. ആക്ഷേപവും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് നിരന്തരമായിട്ട് അങ്ങോട്ട് പോസ്റ്റ് ഇട്ട് എന്തിനാണ് CPM സൈബർ സഖാക്കളുടെ ഇടയിൽ ഒരു പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അവരെല്ലാം അത് അവജ്ഞയോടുകൂടി തന്നെ അവഗണിച്ചു എന്നുള്ളതാണ്. PP ദിവ്യ ഒരു ചുവന്ന ഷർട്ടുമിട്ട് കറുപ്പ് മുണ്ടുമൊക്കെ കൊടുത്ത് അങ്ങനെ വലിയ ഒരു ബുള്ളറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ചിത്രമൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് പ്രദർശിപ്പിച്ച് അങ്ങനെ അതിലങ്ങോട്ട് നിറയാൻ തുടങ്ങിയിട്ടും സൈബർ സഖാക്കൾ അതിനെ ഒന്നും അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കാണ് PP ദിവ്യയെ തരം താഴ്ത്തിയത്. ഇത് PP ദിവ്യയ്ക്ക് പിന്നീട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ തന്നെ കഴിയുന്നില്ല. സാധാരണ ഇങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ണൂർ രാഷ്ട്രീയത്തിനകത്തുള്ള പ്രത്യേകിച്ച് KK ശൈലജയെ പോലുള്ള ഒരു നേതാവിൻ്റെ പിൻഗാമിയായിട്ട് വരും എന്ന് കണക്ക് കൂട്ടിയിരുന്ന PP ദിവ്യയ്ക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ PP ദിവ്യ ഒരു ചുവടുമാറ്റത്തിന് തന്നെ ആഗ്രഹിക്കുന്നു എന്നാണ് സുപ്രഭാതം ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. സുപ്രഭാതം ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത് PP ദിവ്യ BJP-യിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. PP ദിവ്യ BJP-യിലേക്ക് പോകും. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായിക്കെതിരെ മത്സരിക്കും എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് BJP-യുടെ സംസ്ഥാന നേതൃത്വം
അവരുടെ നിർദ്ദേശാനുസരണം തന്നെയാണ് BJP-യുടെ ജില്ലാ നേതൃത്വം PP ദിവ്യയുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തത്. അതുകൊണ്ട് PP ദിവ്യയും ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം അതിനെ തള്ളിക്കളയുന്നില്ല, അതിൽ അഭിപ്രായം പ്രത്യേകിച്ച് പറയുന്നില്ല, നിശബ്ദത പാലിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നാമ്പുറ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വലിയ അംഗീകരിക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇനി എന്തായാലും CPM-ൽ വലിയ ഭാവിയില്ല എന്ന് PP ദിവ്യ മനസ്സിലാക്കുന്നുണ്ട്. CPM-ന് BJP-ക്കെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ചു നിന്ന ആളായിരുന്നു. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് അമിത്ഷായെ പോലുള്ളവരുടെ തന്തയുടെ വകയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുകയും പിണറായി വിജയന്റെ വലിയ പ്രീതി സമ്പാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള PP ദിവ്യയെ ഇപ്പോൾ CPM-ലെ കണ്ണൂർ രാഷ്ട്രീയം തന്നെ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം പാർട്ടിയുടെ പ്രശ്നം തന്നെയാണ്, പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണത്. ആ നിലനിൽപ്പ് അപകടകരമാക്കുന്ന തരത്തിലാണ് PP ദിവ്യയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സാധാരണ ഒരു പാവം പിടിച്ച ഒരു മനുഷ്യന്റെ, എത്ര ഉയർന്ന പദവിയിൽ ഇരുന്നിട്ട് പോലും ഒരു സാധാരണക്കാരനെ പോലെ ജനങ്ങളുമായി ഇടപഴകിയ ഈ നവീൻ ബാബുവിനെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തത്. ആ കൊലയ്ക്ക് കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് PP ദിവ്യയ്ക്ക് പാർട്ടിയിൽ നിന്ന് പല സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടത്. ആദ്യ സമയത്ത് എല്ലാവരും വിചാരിച്ചു PP ദിവ്യ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് CPM-ന്റെ സുരക്ഷിത മണ്ഡലങ്ങളിൽ എവിടെങ്കിലും നിന്ന് മത്സരിക്കും. പ്രത്യേകിച്ച് CPM-ന് ചില സുരക്ഷിത മണ്ഡലങ്ങളുണ്ട് കണ്ണൂർ മേഖലകളിലൊക്കെ. കല്യാശ്ശേരി പോലുള്ള മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി നിർത്തി വിജയിപ്പിക്കുക, എന്നിട്ട് മന്ത്രിയാക്കുക. മന്ത്രി പദം വരെ സ്വപ്നം കണ്ടിരുന്നതാണ് PP ദിവ്യ. കൊടുക്കുമായിരുന്നു. പക്ഷെ പാർട്ടിയിൽ ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന, സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ എതിരാളികളെ ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരന്തരമായി പോസ്റ്റ് ഇട്ടിട്ട് പോലും സൈബർ സഖാക്കൾ അത് വേണ്ട രീതിയിൽ കണ്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ കാണാതിരുന്നിട്ട് അങ്ങനെ അവഗണിച്ചു എന്നുള്ളതാണ്. ഇത് എതിർപക്ഷക്കാർ മനസ്സിലാക്കി. പ്രത്യേകിച്ച് പല CPM-ന്റെ പലരും BJP-യിലേക്ക് ഇപ്പോൾ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകന്മാരായിട്ടുള്ളവരൊക്കെ തന്നെ ചിലർ BJP-യിലേക്ക് വരുന്നു, ചിലർ UDF-ലെ ഘടകകക്ഷിയിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് BJP ഇത് നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിനോട് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കടന്നത്. അപ്പോൾ ഇത് കൃത്യമായ കാര്യമാണ്. അപ്പോൾ PP ദിവ്യ 2026 അധികം വൈകാതെ തന്നെ, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി BJP-യിലേക്ക് പോകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെയായിരിക്കും, പിണറായി വിജയനെതിരെ ആയിരിക്കും PP ദിവ്യ മത്സരിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.